നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മോമോയാണ്. മോമോ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഡോ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാം. അത് നമ്മൾ ഇന്ന് എടുക്കുന്നത് 2 കപ്പ് പ്ലെയിൻ ഫ്ലവറാണ്. 2 കപ്പ് പ്ലെയിൻ ഫ്ലവർ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സ്വല്പം ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പതിയെ മിക്സ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിക്കുക. ഇത് 2 കപ്പിന് ആവശ്യത്തിനുള്ള വെള്ളമാണ്. മോമോ ഭൂട്ടാനിൽ നിന്ന് അല്ലെങ്കിൽ നേപ്പാളിലെ ഒരു മെയിൻ ഭക്ഷണമാണ്. അവർ കൂടുതലായിട്ട് ഇതൊരു വെജിറ്റബിൾ മിക്സ് ചെയ്ത് ഒരു ഫില്ലിങ്ങോട് കൂടിയുള്ള ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പുറത്തൊക്കെ ഇപ്പോൾ ഇത് ചിക്കൻ മോമോ വളരെ പോപ്പുലറാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. പലർക്കും അത് ഇഷ്ടപ്പെടും, പലർക്കും ഇഷ്ടപ്പെടാറില്ല. സ്വല്പം കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയും വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി വെള്ളം നമുക്ക് മിച്ചമാണ്. 1/2 കിലോ ബ്രസ്റ്റ് ചിക്കനായിട്ടുള്ള മോമോയാണ് ഉണ്ടാക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് അല്ലെങ്കിൽ പോച്ച് ചെയ്തെടുക്കുക. അത് ജസ്റ്റ് ഇച്ചിരി കനം കുറച്ചും കരിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കാൻ എളുപ്പമുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം ക്യാരറ്റ് അരിഞ്ഞിടാം. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിടുക. സ്പ്രെഡ് ചെയ്ത് കിട്ടാൽ മതി. ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട്, പെപ്പർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഗരം മസാല, അര നാരങ്ങ ഇടുവാണേ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് മൂടി നിൽക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നമുക്ക് തീയിൽ വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് അരിയാം. സ്വല്പം ഗ്രീൻ ചില്ലീസ്, സ്പ്രിംഗ് ഓനിയൻ, നമുക്ക് ചിക്കൻ വെന്ത് കിട്ടുന്ന അതേ സമയത്ത് തന്നെ ഇതിന് വേണ്ട വെജിറ്റബിൾസും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഇച്ചിരി ചെറുതായിട്ട് അരിയണേ. ചിക്കൻ എവിടം വരെ ആയെന്ന് വെള്ളം പറ്റിയോ നോക്കാം. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്വല്പം വെള്ളമുള്ളതൊന്ന് പറ്റി കിട്ടിയാൽ മതി. തീയിന്ന് മാറ്റാം. ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ചിക്കൻ ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട ഡോ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. സ്വല്പം പൊടി ഇട്ട് കൊടുക്കാം. തീർത്തും ചെറിയ പീസായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഡോ മതി ഇതിന്. ചെറുതായിട്ടൊന്ന് ഇട്ടെടുക്കാതെ നമുക്ക് ആദ്യം ഒന്ന് ചെറുത് അതിൻ്റെ സൈസ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. കറക്റ്റ് സൈസാണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി. അതിപ്പോൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന സൈസിൽ ഉണ്ടാക്കുക, അതിൻ്റെ ഷേപ്പിലുണ്ടാക്കുക. ഈ സൈസ് മതി.
ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ചിക്കൻ. ഈ ചിക്കൻ നമുക്ക് ഓരോ പീസുകളായിട്ട് എടുക്കാം. നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിക്കാവേ. ചിക്കൻ മോമോയ്ക്കകത്ത് ഒരു പക്ഷേ ക്യാരറ്റിൻ്റെ കാര്യമില്ല. പക്ഷെ നമ്മൾ ക്യാരറ്റ് ഇടുന്നത് ഇതിൻ്റെ സ്വീറ്റ് ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ഇതിലാണ് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. പിള്ളേരെല്ലാം സ്കൂളിൽ പോയിരിക്കുക. അവർ വരുമ്പോഴത്തേക്ക് അവർക്കുള്ള ഒരു 4 മണി കാപ്പിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി, സ്പ്രിംഗ് ഓനിയൻ, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാഫ് ഒനിയൻ, നേരിയ പുളിക്ക് വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ. എന്നാൽ ഒരു നേരിയ പുളിക്ക് വേണ്ടി സ്വല്പം വിനീഗർ, ഒരു വെറ്റ് കിട്ടുകയും ചെയ്യും നമുക്ക്. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ. നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മോമോസ് സ്റ്റീം എടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ 2 തട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെക്കുവാണ്. ആ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ വേണ്ട മസാലകളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഇത് 2 എടുത്ത് ഇവിടെ വെക്കാം. അതിന് ഇത് 2 കൂടെ നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രം വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം എണ്ണ വേണമെങ്കിൽ നമുക്ക് തൂത്ത് കൊടുക്കാം. നമ്മുടെ ഇരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്, അതുകൊണ്ട് അതിട്ട് സ്വല്പം 2, 4, 5, 5, 10 നമുക്ക് മോമോ ഉണ്ടാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ, 2 സ്പൂൺ വെക്കുവാണേ. പതുക്കെ ഇങ്ങനെ മടക്കി എടുക്കുന്നത്. മടക്കി എടുക്കുക. അതിൻ്റെ ഏകദേശം ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ. അവരിങ്ങനെ മടക്കിയാണ് അത് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ തന്നെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഒന്നും തിരിക്കുന്നു, എയർ കയറാതിരിക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് മോമോയുടെ ഷേപ്പ്. ഇതാ ഓരോന്നായിട്ട് വെക്കുന്നു. മുട്ടരുത്, ഒന്ന് മറ്റൊന്നിനോട് മുട്ടാതെ വേണം വെക്കാൻ. മോമോ ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ല ചൂടാണ്, അത് സൂക്ഷിച്ച് വേണം തുറക്കാൻ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 by 1 ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ തീ നന്നായിട്ട് കുറയ്ക്കാം. അതിന് ശേഷം നമുക്ക് വെക്കാവുന്നതാണ്. 2, 4, 5 പതുക്കെ സൂക്ഷിച്ച് വേണം വെക്കാൻ കേട്ടോ. അങ്ങനെ ഒന്ന് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്തത് തന്നെ വെക്കാം. അത് ഒന്ന് മറ്റൊന്നിൽ മുട്ടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മുട്ടിക്കഴിഞ്ഞിട്ട് ഷേപ്പ് പോകും. ഇതിങ്ങനെ വെക്കുന്നു. അത് നമ്മൾ ലിഡ് വെക്കുമ്പോഴും സൂക്ഷിച്ച് തന്നെ വെക്കുക. ഈ ലിഡ് വെക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട്. ഏകദേശം 20 മിനിറ്റോളമായി നമ്മളത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ലുക്സ് ഗുഡ്, ബ്യൂട്ടിഫുൾ. നമുക്കിനി ഇതൊന്ന് എടുത്ത് നോക്കാം. പതുക്കെ എടുക്കാം, പൊട്ടിപ്പോകാതെ വെക്കുക. ചിലതിനൊക്കെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത്തിരി പല സൈസുമായി പോയിട്ടുണ്ട്. എടുക്കല്ലേ, ഗാർണിഷ് കൊടുക്കാം. നമുക്ക് സ്വല്പം സോയാ സോസ് ഇതിൻ്റെ സോസായിട്ട് എടുക്കാം. പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. അവരെ കഴിക്കാൻ റെഡിയാണ്. സ്നാക്സ് ഫോർ കിഡ്സ്. ലെറ്റ് us see. It's better than the restaurant ones.
I really like the chicken and the flavor. It's nice to have as a snack. This is a really good snack. It's great to have. It's a bit spicy. It tastes really nice. I'd say it's a nice thing to eat. ഇത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് വേണം ഫില്ല് ചെയ്യാനേ. ഞാൻ ഫില്ല് ചെയ്ത് ഇച്ചിരി ടൈറ്റ്നെസ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കടിക്ക് തന്നെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഇട്ട ചില്ലി ഒരു ഇച്ചിരി കൂടിപ്പോയി. ചില്ലി ഒരു ഇച്ചിരി കൂടെ കുറച്ചാലും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ പിള്ളേർക്ക് ഇത് ഇച്ചിരി കൂടുതലായി എൻ്റെ അല്ലടി. പിള്ളേർക്ക് ഇച്ചിരി എരിവ് കൂടുതലാണ്, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളി സാധനമാണ്, നല്ല ഫ്രഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ഉണ്ടാക്കി കഴിയുമ്പോൾ അഭിപ്രായം പറയണേ. താങ്ക് യു. ബൈ നൗ.